പാക്കിംഗ് എല്ലാം ഡാഡിയും പ്രിയയും കൂടിയാണ് ചെയ്യുന്നത്. 9:30 ഡിപ്പാച്ചർ ടൈം. എന്നാൽ 2 hours മുമ്പേ ചെക്ക് ഇൻ ചെയ്യണം. എല്ലാവരോടും പറഞ്ഞു. നമ്മുടെ സ്വാതി മാത്രമോ ബാക്കി. ഡെയിലി ജോലി വാങ്ങിത്താന്ന് പറഞ്ഞോണ്ടിരുന്നാൽ മതിയോ? സെക്യൂരിറ്റി ജോലി എന്താ നിസാരാ? സെക്യൂരിറ്റിയോട് ചോദിക്കാതെ ആർക്കും അകത്ത് കിടക്കാൻ പറ്റില്ല. നാളെ വരുമ്പോൾ വെറും കൈയോടെ വരാതെ ഒരു 5000 രൂപ കൊണ്ടുപോവാ. 5000 വലിയ ബുദ്ധിമുട്ടാ. പപ്പാ ഞാൻ വന്നാണ് പപ്പാ. എന്നെ ആരോ 3 പേരിട്ട് ഓടിക്കുന്നു പപ്പാ. ആരാണ് അറിയില്ല പപ്പാ. പപ്പാ ഞാൻ ഓറിയൻ പ്ലാസയിലെ ബാത്റൂമിനകത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ ഏട്ടനെ ഇതുപോലെ ഓടിച്ചിട്ട് വെട്ടിയത് എനിക്കൊന്നും അറിയില്ല. നിനക്കിട്ട് വെട്ട് കിട്ടുമ്പോ നിന്റെ അപ്പൻ അറിഞ്ഞോടും. എനിക്കൊന്നും അറിയില്ല. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എനിക്കൊന്നും അറിയില്ല. എന്നെ ഒന്നും ചെയ്യരുത്. മാറടാ. കണ്ടോടാ ഹീറോ. നീ ആരാടാ പട്ടി? നിനക്കൊന്നും പറ്റില്ല. പപ്പാ. നിന്നോട് ആരുടെ ഇവിടെ വരാൻ പറഞ്ഞേ? അതും ആരും കൂട്ടില്ലാതെ. പോടാ, വണ്ടി പോയിരിക്കേ. പോ. ഇവനെ ആരോ ശരിക്കും പെരുമാറിയിട്ടുണ്ടോ? ആരുടെ ഇവൻ? ത്യാഗുവിന്റെ അനിയനാണാച്ചി. എന്റെ ഏട്ടൻ നിങ്ങളുടെ വലിയ വിശ്വസ്തനായിരുന്നില്ലേ? വിശ്വാസം എന്നുള്ളത് കാൽ കീഴിലിരിക്കുന്നതാ, അല്ലാണ്ട് കാലുവാരനല്ല. ഹലോ, അങ്ങനെയാണോ അണ്ണാ? ഫോണണ്ണ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ തീർത്തു തരാം. എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? അണ്ണാ ഇവനെ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ് പ്ലീസ്. പണിയെടുക്കാനായിട്ട് ഇനി തള്ളവരലോട്ടാകരുത്. പിഴുതിങ്ങെടുത്തോ. ശരിയണ്ണ. പറയേ. നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ പിള്ളേരെ വെച്ച് ഞാൻ തീർത്തു തന്നോളാം. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോൾ ഈ മാസം തരാമെന്ന് പറഞ്ഞു. ഈ മാസം വാടക ചോദിച്ചപ്പോൾ അടുത്ത മാസം തരാമെന്ന് പറയുന്നു. നമ്മളുടെ സ്വഭാവം ശരിക്കും അറിയില്ല കേട്ടാ. ഇങ്ങനെയാണെങ്കിലേ വീട് കാലിയാക്കി തരേണ്ടി വരും. ഞാൻ സത്രമൊന്നും നടത്തുന്നില്ല. വാടക തന്നില്ലെങ്കിലെന്താ മൂക്കുപൊട്ട് തിന്നുന്നുണ്ടല്ലോ പണ്ടാറം. അവന്റെ കാര്യം വിട്ടേക്കടാ. ജോലിക്ക് പോയിട്ട് എന്തായി? 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചോ? ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് 8ാം ക്ലാസ്സിലെ നിർത്തിയില്ലേ? അന്നോട്ട് സഹിക്കുക. 5000 അവൻ ചോദിക്കുന്നേ. ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? എടി കവിതേ, കോളേജിൽ പോയില്ലേ? ഹാൾ ടിക്കറ്റിന് ഫീസ് കെട്ടണ ചേട്ടാ. ടെൻഷൻ ആക്കാവടി. കുട്ടി അകത്ത് കൊണ്ടുവരിക ഡാഡി. എന്താവോന്നറിയില്ല. ഒന്നും ആകില്ല ചാരു. തല മുഴുവൻ രക്തമാ പ്രിയ. അമ്മയെന്ന് വിളിച്ച് അൺകോൺഷ്യസ് ആയി. It's okay, Charu. It's not okay, uncle. I'm sorry. I do understand. അല്ല മോളെ, വൈകിട്ടല്ലേ നിനക്ക് ഫ്ലൈറ്റ്? ഇരുന്നാ പറ്റില്ലല്ലോ. അതിന്റെ കാലിലെ കൂടെ ഫ്രാക്ചർ ഉണ്ട് അങ്കിൾ. അത് കണ്ണു തുറന്ന ഉടനെ എനിക്ക് സോറി പറയണം. But the thing is, you got to get ready. Okay? പുറപ്പെടും മോളെ. ആ കുട്ടി കണ്ണൊന്ന് തുറക്കട്ടെ അച്ഛാ. Don't talk like idiot, Charu. ആ കുട്ടി നാളെ വരേക്കും കണ്ണു തുറന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കുവോ? ഞാൻ ഇരിക്കും അങ്കിൾ.
ஆழம் தெரியாம கால விட பாக்குற சிங்கம் குகையினிலே தெரியாமல் நுழைகிற பாம்பு புற்றலில கைய விட போகிற பாதை தெரியா புள்ளை குழியில் விழ போகிற எந்தாக போகுதோ ஏதாக போகுதோ எந்தாக போகுதோ ஏதாக போகுதோ. എന്താ ഇത്? പണം. എന്തിന്? നീ ചെയ്ത സഹായത്തിന് ആവശ്യമില്ല. നിക്കടാ. എന്റെ മോനെ രക്ഷിച്ച നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും വേണ്ട. ഞാൻ ആർക്കും ഒന്നും ചുമ്മാ കൊടുക്കാറില്ല. ഞാനും വെറുതെ ഒന്നും വാങ്ങിക്കാറില്ല. ഡാ, നിക്കടാ അവിടെ. ആടാ. എന്നടാ, നീ ചുമ്മാ വാങ്ങാറില്ലല്ലോ. ഇത് ശമ്പളമായിട്ട് വെച്ചോ. ശമ്പളോ? അതേടാ, നിന്നെ ജോലിക്കെടുത്തു. ഇത് ജോലിയോ? നിനക്ക് എന്ത് ജോലി അറിയാം? നിന്റെ പേരെന്തടാ? തിരു. ഏ തിരുനാവുക്കരച്ച്. തിരു എന്ന് വിളിക്കും. വന്നു ശല്യങ്ങള്. ഹ്, ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയൊന്നും പറയരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഒരു ജോലിയാണോടാ? ഇങ്ങനെ ഒരു തവണ കൂടി പറഞ്ഞ കൊന്നുകളെ ഞാൻ. അതെ, അതാണല്ലോ നിന്റെ ജോലി. അതിനല്ലേ പോണത്. ആ പറയ്. ആ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു. അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ മനസ്സിലായി. പറയ്, ഞാൻ നോക്കിക്കോളാം. മുത്തുലക്ഷ്മി പരാതി കൊടുത്തു. പോലീസുകാർ ഇരുവിഭാഗക്കാരെയും വിളിച്ചു എന്താ വരുത്തി കേസ്? സംസാരിച്ചു. എപ്പേ? വ്യാഴാഴ്ച അണ്ണാ. ഞാൻ പറ്റണ. നീ പോയിട്ട് ഫോൺ ചെയ്യ്. വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും ഭാസ്കരൻ മുത്തുലക്ഷ്മിയെ മറക്കാൻ വയ്യാത്തതുകൊണ്ട് അവളുടെ വീട്ടിൽ ശാന്തിനഗറിന്റെ കുമാരനെ തട്ടിയില്ലേ? സുന്ദരേശ് എന്നും പറഞ്ഞൊരുത്തരുണ്ട്. അവനത് കണ്ടതായി പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു. അവൻ ദിവസവും വൈകുന്നേരം പാർക്ക് വൈൻസിൽ വെള്ളമടിക്കാൻ വരും. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞോണ്ട. അതെ, നീ വൈകുന്നേരം പിള്ളേരോടൊപ്പം പോയി അവിടെ വെള്ളമടിക്കണം. എന്നിട്ട് ഓവറായി എന്നുള്ള ഭാവത്തിൽ അവന്റെ മീതെ വീഴണം. അണ്ണാ, എന്താടാ? വില അല്പം ഒന്ന് കുറച്ചുകൂടെ? മുതലാവില്ലടാ. ആകെ കൂടി കിട്ടുന്നത് 4 രൂപയാ. നല്ലതാണ്ടാ, വാങ്ങിച്ചോണ്ട് പോ. എടാ, അവനതങ്ങ് എടുത്തോട്. ആ, എന്നിട്ട് എവിടെ നിർത്തിയ? സുന്ദരേശന്റെ കാര്യം. ആ, സുന്ദരേശന്റെ മേലെ പുലി ലക്കയിട്ട് വീഴട്ടെ. സുന്ദരേശൻ പുലി ആദ്യം അടിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പോയി മൊത്തം അങ്ങോട്ട് പെരുമാറ്. വെപ്പൺസ് ഒന്നും വേണ്ട. അവിടെയുള്ള ബിയർ ബോട്ടിലെടുത്ത് തീർക്ക്. വരുന്നതിന് മുമ്പ് മുഴുവൻ തീർന്നൊന്ന് പരിശോധിച്ചിട്ട് വാ. ഈ പിള്ളേർക്ക് 4 പേർക്കും ഉച്ചയ്ക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വേറെ പിള്ളേരെ പകരം അയച്ചേക്ക്. ശരിയാണ്. എടാ തിരു, പറയണ്ട. ഹലോ, കുറച്ച് വെയിറ്റ് ചെയ്യ. കുട്ടികൾ പാസ് ചെയ്ത് കണ്ടില്ലേ? കളിക്കാതെ പോടാ. ഹലോ, can you wait for some time? ട്രാഫിക് പോലീസാ. ഏയ്, നമ്പർ നോട്ട് ചെയ്ത് സ്റ്റേഷനിൽ കൊടുക്കും. കൊന്നുകളെ ഞാൻ. പോടി. You bloody rascal.